ഇന്നത്തെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ടാബ് സ്റ്റോപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ടാബ് സ്റ്റോപ്പ് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു മാർക്ക് ലിസ്റ്റാണ് തയ്യാറാക്കുന്നത്. രജിസ്റ്റർ നമ്പർ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് ഒരു സ്പേസ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് സ്പേസ് ഇട്ട് നമുക്ക് ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ 2 ടാബ് പ്രസ് ചെയ്തു, ടാബ് കീ പ്രസ് ചെയ്തു, എന്നിട്ട് നെയിം എന്ന് കൊടുത്തു, 2 ടാബ് കീ കൂടി കൊടുത്തു, സബ്ജക്റ്റ് 1 എന്ന് കൊടുത്തു, ഇനി 2 ടാബ് കീ കൂടി കൊടുത്തു, സബ്ജക്റ്റ് 2 എന്ന് കൊടുത്തു. ഇനി നമുക്ക് ടോട്ടൽ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നു. അത് കഴിഞ്ഞ് നമുക്ക് നെയിമിൻ്റെ തൊട്ട് താഴെ തന്നെ വേണമെങ്കിൽ നേരത്തെ വന്ന് 2 ടാബ് പ്രസ് ചെയ്തു, പേര് ടൈപ്പ് ചെയ്തു, 2 ടാബ് കൊടുത്ത് സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ സബ്ജക്റ്റിൻ്റെ മാർക്ക് ഞാൻ ടൈപ്പ് ചെയ്തു. ഇനി 2 എണ്ണം കൊടുത്ത് സബ്ജക്റ്റ് 2ൻ്റെ മാർക്ക് ടൈപ്പ് ചെയ്തു. ടോട്ടൽ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ് നമുക്ക് 2 ടാബ് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ നെയിമിലേക്ക് അതുപോലെ സബ്ജക്റ്റിലേക്ക് മൂവ് ചെയ്തത്. ഇതിന് പകരമായിട്ട് നമുക്ക് ടാബ് സ്റ്റോപ്പ് ക്രിയേറ്റ് ചെയ്യാം. ടാബ് സ്റ്റോപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ നമ്മൾ നിർത്തിയിട്ട് പാരഗ്രാഫ് ഐക്കൺ എടുക്കാം. പാരഗ്രാഫിൽ ഡയലോഗ് ബോക്സ് എടുക്കുക. ആ റൈറ്റ് ബോട്ടം കോർണറിൽ ക്ലിക്ക് ചെയ്തിട്ട് പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് എടുത്തു. ഇവിടെ താഴെ ലെഫ്റ്റിലായിട്ട് ടാബ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ടാബ് സ്റ്റോപ്പ് പൊസിഷൻ കാണുന്നുണ്ട്, അലൈൻമെന്റ്, ലെഫ്റ്റ് അലൈൻമെന്റ് ഉണ്ട്, സെന്റർ, റൈറ്റ്, ഡെസിമൽ ബാർ. നമുക്ക് ഏത് അലൈൻമെന്റ് ആണ് വേണ്ടതെങ്കിൽ അത് എടുക്കാം. ഞാനിപ്പോൾ ലെഫ്റ്റ് അലൈൻമെന്റ് എടുത്തു. ടാബ് സ്റ്റോപ്പ് പൊസിഷൻ ഏതാണെന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കാം. ടാബ്സ് എടുത്തു, ടാബ് സ്റ്റോപ്പ് പൊസിഷൻ ഞാനൊരു 1.5 കൊടുത്തു. 1.5 1.5 കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇനി ഞാൻ ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ 1.5ലേക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത്. നമുക്കതിപ്പോൾ എവിടെയാണോ സെറ്റ് ചെയ്യുന്നത് ഈ ടാബ് നമുക്ക് ഓഫ് ആക്കി ഇടണമെങ്കിൽ പാരഗ്രാഫിൻ്റെ ഡയലോഗ് ബോക്സ് തന്നെ എടുത്തിട്ട് ടാബ് എടുക്കാം. നമ്മുടെ ടാബ് സ്റ്റോപ്പ് സെലക്ട് ചെയ്തിട്ട് ക്ലിയർ കൊടുക്കാം. ക്ലിയർ ഓൾ വേണമെങ്കിൽ ക്ലിയർ ഓൾ കൊടുക്കാം. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം എവിടെയാണോ വേണ്ടത്, അപ്പം ഞാനൊരു CV ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എനിക്ക് 3 ഒരു ടാബ് സ്റ്റോപ്പ് അല്ലെങ്കിൽ 5 ഞാനൊരു 5 കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് സെറ്റ് ചെയ്യണം. ടാബ്സ് എടുത്തു, പാരഗ്രാഫിൽ പോയിട്ട് നമ്മൾ ടാബ്സ് എടുത്തു. അടുത്തത് എവിടെയാണോ വേണ്ടത്, ഇപ്പം എനിക്ക് വേണ്ടത് 5.5 ആണെങ്കിൽ 5.5 കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇനി ഞാൻ ടൈപ്പ് ചെയ്യാണ്. ഞാനിവിടെ നെയിം എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ടാബ് പ്രസ് ചെയ്യുമ്പോൾ നേരെ 5 സെൻറ്റിമീറ്ററിലേക്ക് വന്നു. ഒരു കോളൻ ഇട്ടു, വീണ്ടും ഒരു ടാബ് കൊടുത്തു, അപ്പോൾ 5.5 സെൻറ്റിമീറ്ററിലേക്ക് വന്നു. ഞാനവിടെ ബാലൻ എന്ന് പറഞ്ഞൊരു പേര് ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് ഏജ് ടൈപ്പ് ചെയ്തു. വീണ്ടും ടാബ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആ കോളന്റെ താഴെ തൊട്ട് താഴെ തന്നെ വന്ന് കഴ്സർ നിന്നു. ഞാൻ കോളൻ ടൈപ്പ് ചെയ്തു, വീണ്ടും ടാബ് കൊടുത്തു, ഏജ് ടൈപ്പ് ചെയ്തു, ഡേറ്റ് ഓഫ് ബർത്ത് ടാബ് കൊടുത്തു. നേരെ എവിടെയാണോ തൊട്ട് അടയിലേക്ക് തന്നെ വന്നു, 5 സെൻറ്റിമീറ്ററിലേക്ക് മൂവ് ചെയ്തു. വീണ്ടും ടാബ് കൊടുത്തു,
ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ടൈപ്പ് ചെയ്തു. ഇങ്ങനെ നമുക്ക് ടാബ് സ്റ്റോപ്പ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും പാരഗ്രാഫിൽ പോയിട്ട്. ഇനി ഈ ടാബ് സ്റ്റോപ്പ് ഒക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് തന്നെ എടുക്കുക, ടാബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബ് സെലക്ട് ചെയ്യാം, ക്ലിയർ ഓൾ ഇട്ട് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ടാബ് സ്റ്റോപ്പ് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.